ചാൻസ് ഇതിലും നടക്കും. അത് ടെൻഷനായി ഫസ്റ്റ് ടൈം കൊണ്ട് കള്ളം പറയണ സത്യം പറയണ സമയം അരമണിക്കൂറിലോട്ട് ആലോചിച്ചാലോചിച്ച് സമയം പോതും. ഞാൻ എന്നെ പണ്ട് പട്ടി ഓടിച്ചിട്ടുണ്ട്. കയ്യിലിരിപ്പിന്റെ കൂടെ അല്ല പട്ടി ഇപ്പൊ എല്ലാവരും ഓടിപ്പിക്കും. പിന്നെ MSc എന്തോ പഠിക്കാനെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കണ്ടിട്ട് സ്വിം ചെയ്യുന്ന ആളെ പോലെയല്ലേ? വെള്ളത്തിട്ട് നോക്കല അങ്ങനല്ല അങ്ങനല്ല. ഒന്നുകൂടെ പാടി. ഫുഡ് എഞ്ചിനീയർ. അത് കള്ളം. കള്ളം. നിങ്ങൾ പറഞ്ഞത് തെറ്റ്. കറക്റ്റാണോ? അതാണ് പെണ്ണുകളുടെ അല്ലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അത് എന്നെയാ പറയുന്നത്. അഖിൽ പോലും ഇത്ര ആലോചിച്ചില്ല ഇവരുടെ. അപ്പൊ നമ്മള് കള്ളം എന്ന മൂവിക്ക് പേരിന് ബന്ധപ്പെട്ട് ഞാനൊരു ഗെയിം തരട്ടെ. ഗെയിം അല്ല, ചെറിയൊരു ടാസ്ക് ആണ്. ആർക്ക് കൊടുക്കണം? അഖിലിന് തന്നെ കൊടുക്കാല്ലേ? അഖിലാണല്ലോ ഒറ്റ അന്തരിയായിട്ട് നിങ്ങൾ നടുവിലിരിക്കുമല്ലേ? അതെ അല്ല, കള്ളം കണ്ടുപിടിക്കണം. അതാണ് അഖിലിന്റെ ഡ്യൂട്ടി. അതെ, അഖില് ലൈ ഡിക്റ്റേറ്റർ ആവാൻ പോവാണ്. ഇവര് പറയുന്ന കള്ളാണോ സത്യമാണോ എന്ന് കണ്ടുപിടിക്കണം. അഖിലിന് ആരായിരിക്കും കൂടുതൽ സത്യം പറയാൻ ചാൻസ് ഉള്ളതായിട്ട് തോന്നിയവരില്? ഇതിലോ രണ്ടും കണക്കാണ്. ടാസ്ക് ആണ്. ചൂസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണോ? ഓക്കെ, എന്നാലും നമുക്ക് എന്നാ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത്രേ ഉള്ളൂ. നന്ദിനിയും ആനും 3 കാര്യങ്ങൾ പറയണം. 2 സത്യം, 1 കള്ളമായിരിക്കണം. അത് അഖില് കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. ഓക്കെ, 1 കള്ളം. അഖിൽ എന്നിട്ട് അത് കണ്ടുപിടിക്കണം, ഏതാ സത്യം ഏതാ കള്ളം. ഓക്കെ, അപ്പൊ ആരാ ഫസ്റ്റ്? ചാൻസ് ഇതിലും നടക്കും. അത് ടെൻഷനായി ഫസ്റ്റ് ടൈം കൊണ്ട്. നന്ദന പറയുന്നുണ്ട്. അത് നന്ദന ഫസ്റ്റ് എടുക്കുക. സീനിയോറിറ്റി. എന്താ പറയാതെ ആലോചിക്കണം. കള്ളം പറയണ സത്യം പറയണ സമയം. അതിന്റെ അറിയുന്ന എന്തെങ്കിലും പറയടേ. ലൈക്ക് ആൾക്ക് അറിയും വേണ്ടേ? അറിയാത്തൊരു കാര്യം കള്ളവും സത്യം പറഞ്ഞ് മനസ്സിലാകത്തില്ലല്ലോ. അങ്ങനെയല്ല, ആൾക്ക് പറയാൻ കണ്ടുപിടിക്കാൻ ടോപ്പിക് ആയിരിക്കും. അരമണിക്കൂറിലോട്ട് ആലോചിച്ചാലോചിച്ച് സമയം പോതും. ഞാൻ പഠിച്ചത് MSc കെമിസ്ട്രി ആണ്. എന്നെ പണ്ട് പട്ടി ഓടിച്ചിട്ടുണ്ട്. കയ്യിലിരിപ്പിന്റെ കൂടെ ഞാൻ നന്നായിട്ട് സ്വിം ചെയ്യും. ഓക്കെ, 3 കാര്യം പറഞ്ഞു. ഏതായിരിക്കും കള്ളം, ഏതായിരിക്കും സത്യം? നന്നായിട്ട് സ്വിം ചെയ്യും. അത് കള്ളം. അത് കള്ളം. അല്ല പട്ടി ഇപ്പൊ എല്ലാവരും ഓടിപ്പിക്കും. പിന്നെ MSc എന്തോ പഠിക്കാനെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. MSc കെമിസ്ട്രി ആണോ അത് വേറെ എന്തോ? MSc എന്റെ മൈൻഡിലുള്ളൂ. സ്വിം ചെയ്യുന്നുള്ളത് കള്ളം, ബാക്കിയല്ല സത്യം. അന്ന് സ്വിം ചെയ്യുന്നുള്ളത് കള്ളം. ആളെ കണ്ടിട്ട് സ്വിം ചെയ്യുന്ന ആളെ പോലെയല്ലേ? വെള്ളത്തിട്ട് നോക്കല. അങ്ങനല്ല അങ്ങനല്ല. അപ്പൊ ഓ സ്വിമ്മറാണ്. എന്നിട്ടാണ് എന്നിട്ട് പഠിച്ചില്ലേ? ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ അറിയുള്ളൂ എന്നാണ്. അപ്പൊ ഏതായിരുന്നു സത്യം? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഇത് സത്യമാണ്. സ്വിം ചെയ്യും,
പട്ടി ഓടിച്ചത് സത്യമാണ്. MSc കെമിസ്ട്രി അല്ലേ? പിന്നെ ഏതായിരുന്നു? ഓ MSc ആണെന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. MSc എനിക്ക് മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. ഓക്കേ, അപ്പൊ അവിടെ ഞാൻ തോറ്റു. ഓക്കെ, അപ്പൊ ആദ്യം ഇനി അടുത്ത ആള് ആൻ. അവിടെങ്കിലും ജയിക്കണം. ആലോചിക്കണം. ഇത്ര നേരം മറന്നുപോയി. ഞാൻ ഫുള്ള് കള്ളേ പറയും. ഞാനൊരു ഫുഡ് എഞ്ചിനീയർ ആണ്. ഞാൻ എന്റെ 6 ഷോർട്ട് ഫിലിംസ് റിലീസ് ആയിട്ടുണ്ട്. എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. ഒന്നുകൂടെ പറയ്. ഫുഡ് എഞ്ചിനീയർ. അത് കള്ളം. കള്ളം. നിങ്ങൾ പറഞ്ഞത് തെറ്റ്. അതാളെ കണ്ടിട്ട് ഫുഡ് എഞ്ചിനീയർ സൈസ് കണ്ടപ്പോ ഫുഡ് എഞ്ചിനീയർ തോന്നിയില്ല. അതാണ് അറിയാന്ന്. അവിടെ വീട്ടില് പൂച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാനെങ്ങനെ കണ്ടുപിടിക്കാനോ? ശരിക്കും ഏതാണ് കള്ളം? വീട്ടില് പൂച്ചയുടെ? അയ്യോ, അത് ചുമ്മാ പറഞ്ഞു നോക്കായിരുന്നു. ഇനി നിങ്ങള് നിങ്ങള് ടെസ്റ്റ് ചെയ്യും. ശരി, അഖിൽ പറ. ഞാൻ കള്ളം പറയും. കള്ളം പറ. 2 സത്യവും 1 കള്ളം അല്ലേ? ഇവർക്ക് 2 ടീം ആയിക്കോട്ടെ. കാരണം അഖില് കുറച്ച് ഡിഫിക്കൽട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ പഠിച്ചത് MBA ആയിരുന്നു. പിന്നെ ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് മോഡലിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. ടാസ്ക് ആണോ? MBA ചെയ്തത്. അതെനിക്കും തോന്നി. തെറ്റാണോ? അതെന്താ 3 ആലോചിച്ചിട്ട് പരിപാടിയായിട്ട് പറഞ്ഞ പോലെ സത്യങ്ങൾ പറഞ്ഞാൽ ശരിയാ. കുറവായിരിക്കും. MBA കറക്റ്റാണോ? അതാണ് പെണ്ണുകളുടെ അല്ലേ ക്വസ്റ്റ്യൻ ചെയ്യാനല്ല. അത് എന്നെ പറയുന്നത്. അഖിൽ പോലും ഇത്ര ആലോചിച്ചില്ല ഇവരുടെ. MCA അടുത്തടുത്താണ് ഒരു സീന മാറ്റം. ഓക്കെ, അപ്പൊ നമ്മുടെ ജയിച്ചിരിക്കുന്നത് ആരാണ്? അഖില് തോറ്റെന്ന് ഉറപ്പാണ്. ജയിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയല്ലേ? എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? സിനിമ കാണണം. അതുള്ളൂ, സിമ്പിൾ ആയിട്ട് സിനിമ കാണണം. അതെ, ഭയങ്കര ആഗ്രഹിച്ച് ഒരാളാണ് സിനിമയിലേക്ക്. സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരാൾക്ക് തീർച്ചയായിട്ടും ടീച്ചർ ആയിരുന്നില്ലേ? ടീച്ചിങ് ജോബൊക്കെ റിസൈൻ ചെയ്ത് ലെക്ചറായിട്ട് കോളേജില്. അപ്പൊ അങ്ങനെ ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഇതിനു വേണ്ടി മാത്രം ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതി തയ്യാറാക്കി സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ വന്ന ആളാണ് ഹരി ചേച്ചി. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഇത് കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഒരു റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്തൊക്കെ ബാക്ക് സ്റ്റോറി പറഞ്ഞാലും ഫൈനലി നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചാ. പക്ഷെ അതിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അത് നല്ലൊരു സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഇനി പുതിയ പുതിയ നല്ല നല്ല റോള് ഞങ്ങളുടെ മുമ്പിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സെറ്റ്. സമയം പോയത് അതെ.